കെ പോപ്പ്, കെ ഡ്രാമ, കെ ബ്യൂട്ടി, കെ ഫാഷൻ. ഇന്ന് ലോകം മുഴുവൻ കൊറിയൻ വേവ് ആഞ്ഞടിക്കുകയാണ്. കൊറിയൻ പോപ്പ് താരങ്ങളെയും അഭിനേതാക്കളെയുമെല്ലാം സ്വന്തം എന്ന പോലെ നമുക്കറിയാം. കൊറിയൻ ഫാഷനും ബ്യൂട്ടി പ്രൊഡക്ട്സും എങ്ങും സുലഭം. ഈ കൊച്ചു കേരളത്തിൽ വരെ കൊറിയൻ ഭക്ഷണങ്ങൾ മാത്രം വിൽക്കുന്ന റെസ്റ്റോറൻറ്റുകൾ. എന്താ അല്ലേ? എന്നാൽ എങ്ങനെയാണ് ലോകത്താകെ അലയടിക്കുന്ന ഈ കൊറിയൻ തരംഗം അഥവാ ഹാല്യു വേവ് ഉണ്ടായത്? ഒരു കാലത്ത് കൊറിയ പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഈ വളർച്ച എങ്ങനെയുണ്ടായി പറയാം. കെ പോപ്പിന്റെ ജനനം ശരിക്കും ജുറാസിക് പാർക്ക് സിനിമ കാരണമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സത്യം അതാണ്. 1994 സ്റ്റീഫൻ സ്പിൽബർഗിന്റെ ജുറാസിക് പാർക്ക് എന്ന സിനിമ ആഗോളതലത്തിൽ വലിയ വിജയം നേടുന്നത്. മറ്റെല്ലാവരെയും പോലെ തന്നെ ഈ സാമ്പത്തിക നേട്ടത്തിൽ ദക്ഷിണ കൊറിയൻ സർക്കാരിന്റെയും കണ്ണുടക്കി. ജുറാസിക് പാർക്കിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ $913 മില്യൺ ആയിരുന്നു. അന്ന് കൊറിയയിലെ ഏറ്റവും വലിയ വ്യവസായങ്ങൾ ഹ്യുണ്ടായിയും സാംസങ്ങുമാണ്. ജുറാസിക് പാർക്കിന്റെ വിജയത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് കിം യങ് സാമിന്റെ ഉപദേഷ്ടാക്കൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: സർ, നമ്മുടെ ഏറ്റവും വലിയ കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ ഒന്നായ 1.5 ദശലക്ഷം ഹ്യുണ്ടായി കാറുകൾ വിറ്റാൽ കിട്ടുന്ന ലാഭത്തേക്കാൾ കൂടുതലാണ് ജുറാസിക് പാർക്ക് എന്ന ഒറ്റ സിനിമ നേടിയത്. ഇത് കേട്ട് അദ്ദേഹം ഞെട്ടിപ്പോയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തുകൊണ്ട് തങ്ങളുടെ കൾച്ചറും ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്തുകൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ നിമിഷം മുതൽ കൊറിയൻ കൾച്ചറിനെ വെറും കലയായി മാത്രമല്ല ഒരു വ്യവസായമായി കാണാമെന്നവർ തീരുമാനിക്കുകയാണ്. അവിടെ നിന്നാണ് ഇന്ന് ലോകം കൈവെള്ളയിലാക്കിയ ഈ ഹാല്യു തരംഗം ഉണ്ടാകുന്നത്. വലിയ തോതിൽ അതിനായി പണം ചിലവഴിക്കാനും പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനും സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സർക്കാരിനെ പോലെ തന്നെ പ്രൈവറ്റ് സെക്ടറുകളും ഈ അവസരം കണ്ടിരുന്നു. ഇന്നത്തെ വലിയ കൊറിയൻ എന്റർടൈൻമെന്റ് കമ്പനികളായ SM, YG, JYP തുടങ്ങിയ കമ്പനികളെല്ലാം ഉടലെടുക്കുന്നത് അക്കാലത്താണ്. 1992 സിയോ താജി ആൻഡ് ബോയ്സ് എന്ന ഗ്രൂപ്പ് അരങ്ങേറ്റം കുറിച്ചതോടെ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള കെ പോപ്പ് ആരംഭിക്കുന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന രീതികളെയൊക്കെ മാറ്റി വെസ്റ്റേൺ പോപ്പ്, റാപ്പ്, ഹിപ്പ് ഹോപ്പ്, റോക്ക് തുടങ്ങിയ എല്ലാത്തിലും അവർ പരീക്ഷണങ്ങൾ നടത്തുന്നു. അവരിലൂടെ തന്നെ കൊറിയൻ പോപ്പ് കൾച്ചർ വളരാൻ തുടങ്ങി. അതിനുശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഐഡൽസിനെ എന്റർടൈൻമെന്റ് രംഗത്തേക്ക് ഇറക്കിവിടുന്നത്. HOT, TVXQ, വണ്ടർ ഗേൾസ് തുടങ്ങിയ ഏറെ ജനപ്രീതി നേടിയ ഗ്രൂപ്പുകൾ അന്നുണ്ടായിരുന്നു. ബോവ, റെയിൻ തുടങ്ങിയ സോളോ ആർട്ടിസ്റ്റുകളും അരങ്ങ് തകർത്തു. വാട്ട് ഈസ് ലവ് ഓൾ അബൌട്ട്, ഷീരി, മൈ സാസികൾ തുടങ്ങിയ സിനിമകളും അക്കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടു. കൊറിയയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയും സമ്പദ് വ്യവസ്ഥയും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായി കണ്ട് ഒരു സോഫ്റ്റ് പവർ എന്ന നിലയിൽ സർക്കാർ ഈ സാംസ്കാരിക വളർച്ചയെ പിന്തുണച്ചു. ഒരുപാട് പുതിയ ഗായകരും ഗ്രൂപ്പുകളും വന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള സംഗീതാരാധകരിലേക്ക് കെ പോപ്പ് എത്തുന്നത് 2012 നമ്മളെല്ലാവരും ആദ്യം കേട്ട കെ പോപ്പ് ഗാനം ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? അതെ, ഓപ്പൺ ഗംഗ്നം സ്റ്റൈലാണ്. ലോകമെമ്പാടും ഒരു സെൻസേഷനായി മാറിയ ഗാനമായിരുന്നു സൈ എന്ന ഗായകന്റെ ഓപ്പൺ ഗംഗ്നം സ്റ്റൈൽ. യൂട്യൂബിന്റെ ചരിത്രത്തിൽ തന്നെ 1 ബില്യൺ വ്യൂസ് നേടിയ ആദ്യത്തെ വീഡിയോ. അന്ന് യൂട്യൂബ് ക്രാഷായി പോയെന്ന് പറയുന്നതാണ് സത്യം. അത്രയും അധികം കാഴ്ചക്കാരെ ഉൾക്കൊള്ളാൻ യൂട്യൂബിൽ സെറ്റിംഗ്സ് ഉണ്ടായിരുന്നില്ല. ഗംഗ്നം സ്റ്റൈൽ റിലീസിന് ശേഷം യൂട്യൂബ് തങ്ങളുടെ സെറ്റിംഗ്സ് തന്നെ മാറ്റുകയായിരുന്നു. പിന്നാലെ തന്നെ ആഗോളതലത്തിൽ കെ പോപ്പ് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു. പക്ഷേ ഇന്ന് കാണുന്ന രീതിയിലേക്ക് കെ പോപ്പിനെ മാറ്റിയെടുത്തതിൽ BTS, ബ്ലാക്ക് പിങ്ക് പോലുള്ള ബാൻഡുകൾക്കും വലിയ പങ്കുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഈ ആർട്ടിസ്റ്റുകൾക്കെല്ലാം ആരാധകരുമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ആ തരത്തിലുള്ളൊരു വിജയം ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. സംഗീത ലോകത്തെ പല മ്യൂസിക് ചാർട്ടുകളും ഇന്ന് അടക്കി ഭരിക്കുന്നത് കൊറിയയിൽ നിന്നുള്ള ബാൻഡുകളാണ്. പാരസൈറ്റ് പോലുള്ള സിനിമകളും സ്ക്വിഡ് ഗെയിം പോലുള്ള ഡ്രാമകളും ഈ വേവിനെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.